അങ്ങനെ ആരും ചെയ്യില്ല സിനിമ. അങ്ങനെയാണെങ്കിൽ പണ്ടേ സിനിമാക്കാരൊക്കെ ചത്തയാണ്. ഞാനിങ്ങനെ ഒരു അവർ നയിക്കുമ്പോൾ സ്വാതിദാസ് അവൻ്റെ ബാഗിൽ നിന്ന് കേരള സർക്കാരിൻ്റെ ആ ഉൽപ്പന്നം എടുക്കും വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. ലജ്ജാവതി നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതി നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഞാൻ പാട്ട് പാടിയ ലജ്ജാവതി പാടിയ പോലെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പൊട്ടിച്ചിരി കുറവാ. ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്താ. അപ്പൊ നിങ്ങൾ 3 പേരിലും കോമൺ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? സിനിമ. ഞാൻ വിശപ്പെന്ന് പറയാൻ അതായത് ഞാൻ പറയുന്നത് ബേസിൽ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. മറ്റേ ഡീസൽ എടുത്ത് കുടിക്കാൻ അതെ 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 അതെ, അത് വലിയൊരു മറക്കാൻ പറ്റാത്ത അനുഭവമല്ലേ. എന്താണെന്ന് വിചാരിച്ച ഡീസൽ അതായത് എവിടെ ചെന്നാലും കരിക്കില എന്ന് പറയാറുണ്ട്. എനിക്ക് ആക്ച്വലി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കരിക്കില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോസ് ചെയ്യാറ്, പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്തത്. ഖുഷിയാ ചൂം ലൂ യാരോ ലൂ ജറാ മർ ജാഊ യാ जी लूं जरा. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ലജ്ജാവതി നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതി നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പൂ താമര താഴോ തേനോ തേന്നിലാവോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കംപക്കം വിത്ത് മെഹർ. അപ്പോൾ ഇന്ന് ചക്കംപക്കത്തിൽ എന്റെ കൂടെയുള്ള നമ്മുടെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള ഭരതനാട്യത്തിന്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് ശ്രുതി സുരേഷ്, അഭിരാം രാധാകൃഷ്ണൻ ആൻഡ് സ്വാതിദാസ് പ്രഭു. ചേട്ടാ ചേച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പം ഭരതനാട്യം ആണ് നമ്മുടെ മൂവിയുടെ പേര്. അപ്പൊ ടൈറ്റിലുള്ള പോലെ ഞാൻ വിചാരിച്ചത് ഭരതനാട്യം ശരിക്കും നമ്മുടെ ഭരതനാട്യമായിട്ടുള്ള എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി ഭരതനാട്യമായിട്ടൊരു ബന്ധമില്ലാന്ന്. അല്ലേ, മറ്റേ ഈ സാധനമായിട്ടൊരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഭരതനാട്യമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിലെ എല്ലാ അടവുകളും അഭിനയങ്ങളും എല്ലാം ഉള്ള ഒരു സിനിമയാണ്. നമ്മള് ഡാൻസ് എന്നല്ലേ, ഭരതനാട്യത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാം, ഭാവം രാഗം താളം എല്ലാം ഉണ്ട് സിനിമയാണ് ഭരതനാട്യം. അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ വന്നതല്ലേ ഭരതനാട്യം എന്ന്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഓരോരുത്തരും ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞിട്ട് നമ്മുടെ ചക്കംപക്കത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഏത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? എന്റെ ക്യാരക്ടറിന്റെ പേര് ശ്രീലത എന്നാണ്. ഞാൻ സജി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ശശിധരൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സിസ്റ്ററാണ്, രണ്ടാമത്തെ സിസ്റ്റർ ആയിട്ടാണ് ചെയ്യുന്നത്. ചേച്ചിയുടെ ഭർത്താവല്ലേ? അതെ, എന്റെ ഭർത്താവ് ഗോപേട്ടൻ. ഗോപേട്ടന്റെ ചേട്ടൻ ഇവിടെ ഇരിക്കണോ? വേണ്ട. അപ്പൊ അതാണ് എന്റെ ക്യാരക്ടർ. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അച്ഛൻ, അമ്മ, 4 മക്കൾ, ഒരു വലിയ ഫാമിലി. അവരുടെ മരുമക്കളുണ്ട്, എനിക്കൊരു ബ്രദർ ഉണ്ട്. അപ്പോൾ വലിയൊരു ഫാമിലി. സിനിമയിൽ പറയുന്ന പോലെ തന്നെ എല്ലാ രസങ്ങളുമുള്ള ഒരു അടിപൊളി ഫാമിലിയാണ്. നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള നമ്മുടെ അയൽപക്കത്തെ വീട് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും രസങ്ങളും എല്ലാം ഉള്ള ഒരു അടിപൊളി ഫാമിലിയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ള ആളൊന്നുമല്ല. ഞാൻ ബന്ധപ്പെട്ട ഒരാളായിട്ട് കമ്മിറ്റിയിലെ ഒരാളാണ്, ഒരു വഴിപോക്കനാണ്. ഷൈജു ചേട്ടൻ ഇങ്ങനെ എത്തിയൊക്കെ നോക്കുന്നത്, ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അതെ അതെ, അങ്ങനത്തെ കുറച്ച് രസകരമായ സൊസൈറ്റി കാണുന്നതല്ലേ ഇങ്ങനെ വായി നോക്കി നടക്കുന്ന. വളരെയധികം എന്റെ ക്യാരക്ടർ അതാണ്. ചേട്ടന്റെ ക്യാരക്ടർ ഇനി എന്ത് പറയാ, വായി നോക്കിന്നവരെ പറഞ്ഞു തൃപ്തിയായത് എക്സ്ട്രാ കിട്ടി. ശരിക്കും ചേട്ടൻ റിയൽ ലൈഫിൽ എങ്ങനെയാണ്? ശരിക്കും ഞാൻ എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇല്ല, അങ്ങനെ തോന്നില്ല. ഇങ്ങനെ നല്ലതാ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ ഇത് പറഞ്ഞ പോലെ ഈ കുടുംബമായിട്ട് ബന്ധമില്ല. സൈജോട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പൊ ആ കൂട്ടുകാരൻ എത്ര നല്ല കൂട്ടുകാരനാണെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഈ ട്രെയിലറിൽ ഇങ്ങനെ പറയണ്ട, ഒന്നും കാണാണ്ട് ഞാൻ ഇതിനോട്ട് ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ആ ഡയലോഗ് കഴിഞ്ഞ് നേരെ സൈജു കുറുപ്പ് പ്രസൻസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ വരും. അപ്പൊ അത് ഞാൻ ഇങ്ങനെ കമന്റ് സെക്ഷൻ ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൈജു ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി ആണല്ലോ. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി ഇറങ്ങുന്നത്.
Yes. അപ്പൊ സൈജു ചേട്ടനായിട്ടുള്ള എന്തൊക്കെ എലമെന്റ്സ് ആണ് ഈ മൂവിയിലുള്ളത്? സൈജു ചേട്ടന്റെ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? സൈജു ചേട്ടന്റെ ഓൾമോസ്റ്റ് എല്ലാ എലമെന്റ്സും ഇതിനകത്ത് ഇതിനകത്ത് പ്രൊഡ്യൂസർ ഉള്ള എലിമെന്റ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എലമെന്റ്സ് എല്ലാം ഉണ്ട്. സൈജു ചേട്ടൻ ഒരു ഗംഭീര നായകനാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സിനിമയിൽ ഞാൻ ഇതിനു മുന്നേ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭൂതകാലത്തിൽ സൈജോട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, ഞാനും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കോമ്പിനേഷൻ ഇല്ല ഇതിനകത്ത്. കോമ്പിനേഷൻ ഇതിനകത്ത് പിന്നെ കൂട്ടുകാരനാണല്ലോ, നല്ല കൂട്ടുകാരനാണ്. എത്ര നല്ല കൂട്ടുകാരൻ എന്നുള്ളതാണ് ഈ സിനിമയുടെ അതിലൊരു കഥയായിട്ട് വരും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഥയായിട്ട് ബന്ധമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ രസമുണ്ട്. എനിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെ തന്നു കൃഷ്ണദാസ് എന്ന് പറഞ്ഞ സംവിധായകനോട് ഞാൻ നന്ദിയും കൃതജ്ഞതയും. ട്രെയിലറിലൊക്കെ എൻ്റെ മുഖമൊക്കെ വെച്ചിട്ടുണ്ട്. വെരി ഹാപ്പി. എല്ലാവരും ഉണ്ട് ട്രെയിലറിൽ ഇറങ്ങി നിൽക്കാണ്. വി ആർ ഹാപ്പി ഫോർ ദിസ് മൂവി അല്ലേ? അപ്പൊ സ്വാതി ചേട്ടാ, ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി പറ. എൻ്റെ ക്യാരക്ടർ ഇതിൽ ഗോപൻ എന്നാണ് പേര്. അപ്പോൾ ഞാൻ ശ്രുതിയുടെ അളിയനാണല്ലേ? അതെ അതെ, സൈജേട്ടൻ്റെ അളിയൻ, ശ്രുതിയുടെ ഹസ്ബൻഡായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാരാബ്ദം സിനിമയിൽ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ലക്ഷറിയിൽ നടക്കുക. അപ്പൊ തല്ലുമാലയിലെ അതെ, ആണെങ്കിൽ ഭയങ്കര ഫുള്ള് കളറാണല്ലോ. ഇല്ലാത്ത നൈക്കിലെ മറ്റേ ഷൂസ്, തെറ്റിദ്ധാരണ അഡിദാസിന്റെ തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രാരാബ്ദവും അങ്ങനെ കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ ആ റിച്ച് ലൈഫ് മടുത്തവര്. അതെ അതെ, അത് മടുത്തിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ കൃഷ്ണാസനെ പിന്നെ എനിക്ക് മുമ്പേ കുറെ വർഷങ്ങൾ മുമ്പ് തൊട്ടേ ഉള്ള പരിചയം. ബോംബെയിലല്ല, ബോംബെയില ഒരു ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള. അതെ 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 അതെ, അങ്ങനെ ഒരുപാട് വർഷം മുമ്പുള്ള പരിചയം. ഓക്കെ. അപ്പം ഞാൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഇങ്ങനെ കേട്ടു തല്ലുമാല അടി കിട്ടുന്നു ഓർത്ത് വേണ്ടാന്ന് വെച്ചതാണ്. ഞാൻ തുറന്നു പറഞ്ഞല്ലോ. പക്ഷെ അതാണ് ഏറ്റെടുത്ത് ചെയ്ത ഒരാളാണ് ചേട്ടൻ. സത്യം പറ, എത്ര തല്ല് കിട്ടി? ഇല്ല, എനിക്ക് വളരെ ആദ്യം 1-2 എണ്ണി, പിന്നെ എനിക്ക് കാര്യമില്ല, മനസ്സിലായി. ഇല്ല, എൻ്റെ കൂടെ ഉള്ള 4 പേരെ വെച്ച് നോക്കുമ്പോൾ എനിക്കാണ് കൂട്ടത്തിൽ ഏറ്റവും കുറവ് തല്ല് കിട്ടിയുള്ളത്. കാരണം ഫൈറ്റ് തുടങ്ങി ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ലിഗമെന്റ് പൊട്ടി, ഞാൻ സൈഡായി. പിന്നെ ഞാൻ ഒരുവിധം നിന്നിട്ടും, അതായത് ഭയങ്കര ക്ലോസിലുള്ള പരിപാടികൾ മാത്രം ഞാൻ നിന്ന് പഞ്ച് ചെയ്യുന്ന, എനിക്ക് കാലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആദ്യം മറ്റേ ചാടി ചവിട്ടലും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വയ്യ, അത് ബോക്സിംഗ് പരിപാടി അങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി, കുഴപ്പമില്ലാതെ. എന്നാലും അത് ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തല്ല് കുറവ് എനിക്കാണ് കിട്ടിയത്. ഒരാളുടെ മുഖത്ത്, അതാ ഇതിലെ ക്ലൈമാക്സിലെ ഫൈറ്റില് ടൊവിനോ തോമസ് ഒരാളുടെ മുഖത്ത് ശരിക്കും എന്നോട് പറഞ്ഞു, എടാ ഒറ്റ ടേക്ക് എടുക്കുള്ളൂ, നീ അത് കൊള്ളിക്കണം, നീ കൊള്ളിക്കാതെ അടിച്ചാൽ പിന്നെയും എടുത്തുകൊണ്ടിരിക്കും, വെറുതെ സമയം പോകും, പാക്കപ്പ് വിളിച്ചാൽ ഇത് കഴിഞ്ഞാൽ പാക്കപ്പാണെന്ന് പറഞ്ഞു. ഒറ്റ അടി നീ കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ശരി. അപ്പം മറ്റേ പുള്ളിയോട് ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പറ്റുന്നുമില്ല. നമ്മൾ വെറുതെ അത്ര നേരം കളിച്ചിരിച്ച് നിൽക്കുന്ന ആളെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇടിക്കണ്ടേ. ഒന്നും നോക്കിയില്ല, ഒറ്റ ഒരെണ്ണം കൊടുത്ത് ഞാൻ അങ്ങോട്ട് മാറിന്നു. ഞാൻ അങ്ങനെയല്ല ചോദിച്ചത് ചേട്ടാ, ശരിക്കും ഇങ്ങനെ മലപ്പുറം നൈസായിട്ട് അങ്ങോട്ട്. ഇല്ല, അയ്യോ എന്നെ കണ്ട അങ്ങനെ ശരിക്കും സമാധാനത്തിന്റെ. പിന്നെ ഞാൻ വെള്ളരിപ്രാവ് അങ്ങനെ ആരും ചെയ്യില്ല സിനിമ. അങ്ങനെയാണെങ്കിൽ പണ്ടേ സിനിമക്കാരൊക്കെ ചത്തയാണ്. അതെ അതെ. ശ്രുതിശേഷിനെ പറ്റി ഞാൻ ഇടിച്ചിട്ടില്ല. ഭർത്താവിന് അടിച്ചിട്ടുണ്ടോ ഈ പടത്തിൽ? അല്ല, നമ്മളാണെങ്കിൽ കരിക്കിലൂടെയാണ് ചേച്ചിനെ ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പം ഇപ്പൊ ചേച്ചി മൂവീസിലോട്ട് എത്തി. കഴിഞ്ഞ ദിവസം സ്നേഹ ചേച്ചിന്റെ ഇന്റർവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കരിക്കാണോ അപ്പൊ മൂവിയിലോട്ട് എത്താനുള്ള മെയിൻ ഘടകം? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ ആദ്യം ചെയ്തത് ജൂൺ എന്ന് പറഞ്ഞ സിനിമയാണ്. പക്ഷെ കരിക്ക് ചെയ്തതിന് ശേഷമാണ് ജൂണിലും കുറച്ചും കൂടെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. എവിടെ ചെന്നാലും കരിക്കിലെ എന്ന് പറയാറുണ്ട്. എനിക്ക് ആക്ച്വലി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കരിക്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോസ് ചെയ്യാറ്, പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില സിനിമ സെറ്റ് ചെല്ലുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരെ കാണുന്നുണ്ടെന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് സർപ്രൈസിങ് ആണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ജോജു ചേട്ടനൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ ഇരട്ടയില് വന്ന സമയത്ത് അതെ അതെ, ശൃന്ദ ചേച്ചി ഇതുപോലെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കരിക്കിലല്ലേ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ ഒരുപാട് സെറ്റിൽ. ഇതുപോലെ ഡയറക്ടേഴ്സ് വരെ പറയാറുണ്ട് കരിക്കില് കണ്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഒരേ സ്റ്റേഷനിലെ പോലീസുകാരാ. ഞങ്ങള് പണ്ട് പോലീസിലായിരുന്നല്ലോ. കുറച്ചു കാലം കോൺസ്റ്റബിൾ ആയിരുന്നു. കുറച്ചു കാലം കോൺസ്റ്റബിൾ ആയിരുന്നു, പിന്നെ CA ആയി, പിന്നെ ഒടുവിൽ DYSP ആയിട്ട് റിട്ടയർ ചെയ്തത്. വോയിസ് ഓഫ് സത്യനാഥനിലെ DYSP ആണ്.
റാങ്ക് ശരിക്കും പറയണല്ലോ. ശരിക്കും പറയണതാ. വോയിസ് ഓഫ് സത്യനാഥൻ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. ആ, അതിനകത്ത് എൻ്റെ റാങ്ക് പോലീസാണല്ലോ. എൻ്റെ ശരിക്കുമല്ല, സിനിമയില് അവള് ശരിക്കാന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ശരിക്കും സിനിമയെ കുറിച്ച് അല്ല അല്ല അപ്പൊ നിങ്ങൾ 3 പേരിലും കോമൺ ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സിനിമ. അയ്യോ അങ്ങനെ ഞാൻ വിശപ്പെന്ന് പറയാൻ അതല്ലാണ്ട് 3 പേരിലും ഞാനൊരു കോമൺ ഇത് കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് 3 പേർക്കും നിങ്ങൾ കോമൺ ആയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞങ്ങള് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട ആ, ചെറിയൊരു ബന്ധമുണ്ട്. കണ്ണൂര്. ചേട്ടൻ കാഞ്ഞങ്ങാടല്ലേ? അതെ അതെ അതെ. അത് കണ്ണൂരിന്റെ കണ്ണൂരിന്റെ ആ അത് 1.5 മണിക്കൂർ. അതാണോ നമ്മൾ? അതല്ല വേറെ. നമ്മൾക്ക് അറിയില്ലായിരുന്നു. ശരി. ഇല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. വേറെന്താ? ഞാൻ പറഞ്ഞു തന്നെ ആയിരിക്കും വിശപ്പ്. പെട്ടെന്ന് ഇന്റർവ്യൂ നിർത്താം. അതൊക്കെ connect ആയി. അതല്ല ഞാൻ പറയട്ടെ, ബേസിൽ ജോസഫ്. യെസ്, ബേസിക്കലി ഇല്ല, നിങ്ങൾ 3 പേരും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു കുട്ടി? ഇത് വിമാനമാണല്ലോ. അല്ല അത് കൊള്ളാം. നൈസ് വൺ. അല്ലേ? അപ്പം ബേസിൽ ചേട്ടൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ കൗണ്ടർ അടിച്ച് സോഷ്യൽ മീഡിയ ഫുൾ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചേട്ടൻ്റെ ഒപ്പം ഉള്ളൊരു പേഴ്സണൽ മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? അല്ല, എനിക്ക് തുടങ്ങിക്കോ. ഞാൻ ആക്ച്വലി ഞാൻ നേരത്തെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒരു വട്ടം ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ക്ലയന്റിന്റെ ടെസ്റ്റിമോണിയൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബേസിലേട്ടന്റെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്. ഒരു പാൽത്തു ജാനുവറിന് ഒരു വർഷം മുന്നേ. അപ്പൊ ഞാൻ ബേസിൽ ജോസഫിനെ ആണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പോയി ചാൻസ് ചോദിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. അപ്പൊ ഞാൻ അത് ഷൂട്ട് ചെയ്യും, പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഫ്ലാറ്റിൽ പോയി ഷൂട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോഴും ചേട്ടൻ എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കരിക്ക് ചേട്ടനെക്കാളും കൂടുതൽ എലിസബത്ത് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നമ്മളൊരു എന്താ പറയാ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തായിരുന്നു ഷാരുഖ് റഹ്മാന്റെ. ഇപ്പം ദിലീപേട്ട പടമൊക്കെ ചെയ്യുന്ന ഒരു ധനഞ്ജയ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ധനഞ്ജയേട്ടൻ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബേസ് ലൈനിന് അതിനകത്ത് ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തു. പാൽത്തു ജാൻവർ ചെയ്യും എന്നുള്ളൊരു ഇതൊന്നും മൈൻഡിൽ ഇല്ലായിരുന്നു. അപ്പം പക്ഷേ എനിക്ക് ഒരു ദിവസമേ ഷൂട്ട് ഉണ്ടായിരുന്നിട്ടുള്ളൂ. കണ്ടാൽ അറിഞ്ഞ് വിശ്വസിക്കുന്നില്ല. ഒരു ദിവസമായിരുന്നു എനിക്ക് ആകെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഫുൾ ഫോൺ കട്ട് അങ്ങനെയായിരുന്നു. നമ്മൾ കോമ്പിനേഷൻ സീൻ ഒരു ഹാഫ് ഡേ എന്തോ ഒരു പരിപാടിയേ ഉള്ളൂ. ഫുള്ള് നമ്മൾ അങ്ങനെ സെറ്റിൽ, പിന്നെ ഞാൻ സെറ്റിൽ പോയിട്ടുണ്ട്, അങ്ങനെ പരിചയമുള്ളൂ. പിന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ബേസിലായിട്ട് ഷെയർ ചെയ്യാനില്ല. പിന്നെ ഈ പ്രൊമോഷൻസിന്റെ സമയത്തൊക്കെ കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അവന്റെ ചിരി. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ യൂട്യൂബില് ആരെങ്കിലൊക്കെ ആയിട്ട് ഇപ്പൊ പബ്ലിക്കിൽ ട്രാവൽ ചെയ്യുമ്പോ ഒരു ചിരി കേൾക്കാം. ചിരി അതാണ് ഓർക്കുന്ന. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു രൂപ. പിന്നെ ബേസില് നമ്മുടെ പ്രേക്ഷകർക്ക് അതൊക്കെ അറിയാൻ ആഗ്രഹം. ഒരെണ്ണം ഞാൻ ഓൾറെഡി ഏതൊരു വേറൊരു പ്രൊമോഷനിൽ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. അതായത് ഞാൻ പറയുന്നത് ബേസിൽ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. മറ്റേ ഡീസൽ എടുത്ത് കുടിക്കാൻ അതെ അതെ അതെ. അത് വലിയൊരു മറക്കാൻ പറ്റാത്ത അനുഭവം അല്ലേ? അതായത് ഷോർട്ട് സീനിലാട്ടോ, റൂമിലല്ല, ആത്മഹത്യാ ശ്രമം ഒന്നും ആയിരുന്നില്ല. അതായത് ഇങ്ങനെ സീൻ എന്ന് വെച്ചാൽ ബേസിൽ എനിക്ക് ഡ്രിങ്ക് തരുന്നു, ഞാൻ അത് മേടിക്കുന്ന അടിക്കുന്നു. അപ്പോൾ അവിടെ ആർട്ടിൻ്റെ ആള് എടുത്തു വെച്ച കുപ്പി മാറിപ്പോയി, ഡീസലിൻ്റെ കുപ്പി പോയി. അപ്പോൾ അതൊരു ഡ്രിങ്ക് ഒഴിച്ച്. അപ്പോൾ ഷോർട്ടിൽ അവൻ തന്നിരുന്നെങ്കിൽ ആക്ഷൻ പറഞ്ഞാൽ ഞാൻ അടിച്ചാനെ എൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ. പക്ഷെ അത് ബേസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായിട്ട് അവൻ അപ്പോൾ തന്നെ അയ്യോ ഇത് ഡീസലാണ്. അപ്പോൾ ബേസിൽ തന്നെ എല്ലാവരും ചീത്ത വിളിയല്ല, ഷൗട്ട് ചെയ്ത് എങ്ങനെ ചെയ്യാമോ. പക്ഷെ അപ്പോൾ അത് അറ്റൻറ്റീവ്നെസ്, അവരൊരു ഡയറക്ടറും ബേസിക്കലി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, നമുക്ക് എല്ലാവർക്കും ഒരു അറ്റൻറ്റീവ്നെസ് ഉണ്ടല്ലോ. സോ ബേസിലിൻ്റെ അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലൈക്ക് നമ്മളും അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അവനൊരു ഡയറക്ടറാണ്. സോ മോർ ദാൻ അങ്ങനെ ബേസിലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. നമ്മൾ കണ്ട ഈ ചിരി, അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം അവരെ കാണുന്നത് കെട്ടിയോളാൻ്റെ മാലാക എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ്. പിന്നെ ജാനമനിൽ നമ്മൾ ത്രൂ ഔട്ട് അക്ഷയ് കുമാർ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര കരിയർ ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അതിനുശേഷമാണോ കൂടുതൽ ആൾക്കാർ? അതിനുശേഷം കുറച്ച് പടങ്ങൾ അങ്ങനെ വന്നു. എന്നിട്ട് അപ്പോൾ ഒരു ഉദാഹരണം, ജിത്തു സാറിൻ്റെ കൂമൻ അഭിനയിക്കാൻ പോയല്ലോ. അപ്പോൾ ശരിക്കും എൻ്റെ പേരൊന്നും ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അവരൊക്കെ വിചാരിച്ചേക്കണ എൻ്റെ പേര് മാക്സിമ എന്നാണോ, മാക്സിമ ഇവൻസ് എന്നാണല്ലോ. അക്ഷയ് കുമാർ മാക്സിമ. അപ്പോൾ ഇവര് ഞാൻ ശരി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ചാർട്ടൊക്കെ ഉണ്ടാവുമല്ലോ,
അപ്പോൾ അതിൽ ആർട്ടിസ്റ്റിന്റെ പേരും അവരുടെ ഇതൊക്കെ ഉണ്ടാവില്ല. ഞാൻ വെറുതെ ചാർട്ട് നോക്കിയപ്പോൾ എന്നെ മാക്സിമം ഡേറ്റ്സ് പേര് പോലും അറിയില്ല. പക്ഷെ ഇപ്പോൾ ജിത്തു സാർ പറഞ്ഞു തനിക്ക് തന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേരുണ്ടല്ലേ, അങ്ങനെ ഒരു പേരുണ്ട്. അങ്ങനെ ജിത്തു സാർ ആ സമയത്ത് കുറച്ച് ആൾക്കാർ വിളിക്കുക അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ ചേട്ടാ പറ. ബേസ്ലേറ്റിൻ്റെ കൂടെ കഠിനകഠോരം ഈ അണ്ടകടാഹം എന്ന് പറഞ്ഞ പടം, അതെനിക്ക് തോന്നുന്നു ബേസ്ലേറ്റിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ. അദ്ദേഹം അത്രയും എഫേർട്ട് കാരണം ചിരിക്കുന്ന ബേസിലെ കാര്യം നന്നായിട്ട് ഗംഭീര വർക്കായിരുന്നു പുള്ളിയുടെ. അത് നമ്മൾ നേരിട്ട് സെറ്റിൽ കാണുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ട്. കാരണം അതുവരെ ഈ പറഞ്ഞ പോലെ ചിരിച്ച് കളിച്ച് നടന്നിട്ട് ആക്ഷൻ പറയുമ്പോൾ ബച്ചുമായിട്ട് ആ ക്യാരക്ടറായിട്ട് അത്രയും ഡെപ്ത് ഉൾക്കൊണ്ടിട്ട് പരിപാടി ചെയ്യുന്നത് കാണുമ്പോൾ നല്ല നമുക്കത് കണ്ടിരിക്കാൻ രസമാണ്. പിന്നെ അല്ലാതെ പേഴ്സണലി ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു പുള്ളിയും നല്ല ഭക്ഷണപ്രിയനായതുകൊണ്ട് ഒരു മാസം കോഴിക്കോട് നിന്ന് ഷൂട്ട് ചെയ്ത പടം. അപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ പിന്നെ വേണ്ടെന്ന് വെച്ചല്ലേ ഷൂട്ടിങ് വേണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസൺ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാത്രി ബീച്ചിൽ ചെറിയ ഫയറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് ഒക്കെ ഭയങ്കര മെമ്മറീസ് ആണ്. ഫയർ ഡാൻസ് ഇല്ല, ഫയർ പാർട്സ്. ആര് ഞാനോ? അത് ഓരോ സമയം പോലെ ഇരിക്കും. ഇപ്പൊ വിശന്ന് ഉച്ചയായല്ലോ, ഇനി എന്തെങ്കിലും പെട്രോൾ അടിക്കണം എന്നാലേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോണത്. വയറ് നിറയ്ക്കുന്ന അതെ. ഞാൻ അതിനുവേണ്ടി ആക്ച്വലി ചക്കം എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും പക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ടാസ്കുകളാണ്. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ യെസ് ആണെങ്കിൽ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയാ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ യെസ് ആണെങ്കിൽ ഓരോന്ന് എന്നാ പിടിച്ചോ കൊടുക്കണം. ഞാൻ സപ്ലൈ ഉള്ള അല്ല ഫസ്റ്റ് ചക്കം. അപ്പം ഫസ്റ്റ് ശ്രുതി ചേച്ചിയോടാണ്. ഓക്കെ. റൂം അടച്ചിരുന്ന് ഡാൻസ് കളിച്ച് തകർത്തിട്ടുണ്ട്. ഓ ഒത്തിരി ഇഷ്ടം പോലെ. ഒരു ഫുൾ പീസ് എടുത്തോ, അത്രയും ഡാൻസ് കളിച്ചിട്ടുണ്ടാവും. സ്ഥിരം പണിയാണപ്പോ. റൂം അടച്ചിട്ടിട്ടും അടയ്ക്കാതെ ഒക്കെ കളിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ നിർബന്ധിച്ച റൂമിനകത്ത് കൂട്ടിയിടാറുണ്ടോ? ഉദാഹരണത്തിന് ഹസ്ബൻഡ് ഡാൻസ് കളിക്കാറുണ്ട്. എന്റെ സ്ട്രെസ് ബസ്റ്റർ ആണ് ബേസിക്കലി ഡാൻസ് എന്ന് പറയുന്നത്. ഡാൻസ് കളിച്ചാണ് അപ്പൊ സ്ട്രെസ് ഒക്കെ ഒഴുക്കി കളയുന്നത്. ഓക്കെ. അപ്പൊ ചേച്ചിക്കുള്ള ടാസ്ക് അതല്ല ടാസ്ക്. ഭരതനാട്യം എന്തുകൊണ്ട് ഞാൻ കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ചെയ്യണം. ഭരതനാട്യം എന്തുകൊണ്ട് കാണാന്ന് വെച്ചാൽ ഭരതനാട്യം ഒരു ഫാമിലി എന്റർടൈനർ ആണ്. നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ജോണറിലെ പടം അധികം കണ്ടിട്ടില്ല. ബേസിക്കലി ഒരു ഫാമിലി, അതായത് ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ പോലും വെറുതെ വന്നിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് ദാസേട്ട കൃഷ്ണദാസേട്ട പറയുമ്പോൾ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇത് എനിക്ക് അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയത് അതിന്റെ സ്ക്രിപ്റ്റിൽ. അതെ, അതിനകത്ത് ഒരു ക്യാരക്ടർ പോലും നമ്മൾ ചില സിനിമ കാണുമ്പോൾ തോന്നില്ല ഇയാൾ എന്തിനാ വന്നേ, ലൈക്ക് ഫോർമാലിറ്റി പറയാൻ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ചേച്ചി ആണെങ്കിൽ എന്നെ കൺവിൻസ് ആണ് ഇത്ര നല്ല പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലായി. അപ്പം ഞാനത് ഫ്രീ ആണെങ്കിൽ അപ്പം അതുകൊണ്ടാണ് ആ സിനിമ തന്നെ ചൂസ് ചെയ്തത്. അപ്പൊ ഫ്രണ്ടാണ് ഞാൻ പറയാം മര്യാദയ്ക്ക് വന്ന് കണ്ടോളാം. ആദ്യം പറയണ്ടേ, എന്തായാലും വന്ന് കണ്ടോളാം, ടിക്കറ്റ് ചോദിക്കരുത്. ഓക്കെ. ഇനി അഭിചേട്ടന്. ഓക്കെ. സൗഹൃദത്തിന്റെ പേരിൽ പേയ്മെന്റ് കുറച്ച് പ്രൊജക്ട്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നോ. ഇല്ല. ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല. പേയ്മെന്റ് മുഖ്യം. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അപ്പം കഴിക്കുന്നില്ല. നോ. ആൻസർ ഇസ് നോ. ഓക്കെ. അപ്പം ചേട്ടന്റെ ഉള്ള ടാസ്ക്, ഞാനൊരു മൂവി അല്ല ഒരു പാട്ട് ആക്ട് ചെയ്ത് കാണിച്ചു തരാം. അത് ഏതാന്ന് പറയണം. ആ പാട്ടാണേ. ചോട്ടാ മുംബൈയാണോ? ആവേശം ബടാ ചോട്ട. ഇത് ഞാനൊരു പാട്ട് ആക്ട് ചെയ്ത്. ഓക്കെ. മഴ തുള്ളി മഴത്തുള്ളികൾ നാടൻ വഴി. ആ പാട്ട് ആക്കിക്കോ. അതല്ലേ നല്ല പാട്ട്. മഴത്തുള്ളി. ഓക്കെ. അടുത്ത വാക്ക് കിട്ടുന്നില്ല. വേറെ മഴത്തുള്ളി പാട്ടുള്ളത് വെളുത്തുള്ളി വല്ലോ. മഴത്തുള്ളിയായി. മഴത്തുള്ളി തമിഴ് പാട്ടാണോ? ഒരു കാര്യം
Sorry, വരുമ്പോഴേ തമിഴിൽ ഞാൻ മഴയും നടുക്കൊരു വാക്കുണ്ട് അത് കഴിഞ്ഞ തുള്ളി ആ ഇതെന്താ കളിയാ കള്ളകളി പറഞ്ഞു ഇടയില് ഒരു വാക്കുണ്ടല്ലേ, നടുക്കൊരു മഴയുടെ തുള്ളി. ഉണ്ട് വരുന്നുണ്ട്. എന്റെ ആശാൻ സംഗീതത്തിലെ ആശാൻ സ്വാമിദാസാണ്. അതെ അത് ഉറുമ്പാ ഉറുമ്പിന്റെ വേറെ ഉറുമ്പിന്റെ വേറെ പാമ്പ്, പാമ്പല്ലേ? മഴ ഉറുമ്പ് മഴവിൽ തുള്ളികളാണ്. ചേട്ടൻ പറഞ്ഞില്ലേ പറഞ്ഞു. ഉറുമ്പല്ലേ? ഉറുമ്പുകളുടെ വേറെ പേരെന്താ? ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഉറുമ്പുകളുടെ അല്ല പല പല ഈ ടാസ്കിൽ തോറ്റു കഴിഞ്ഞാൽ തിന്നണോ? കട്ടുറുമ്പ് കട്ടുറുമ്പാണോ? കട്ടുറുമ്പല്ലാണ്ട് വേറെ ഉറുമ്പുകൾ എന്തൊക്കെ പല വകഭേദം. ചേട്ടാ പറ. ഞങ്ങളല്ല ചേട്ടനാണ് ആ ശരിയാണല്ലോ, നമ്മളെ ടെൻഷൻ അടിച്ച് മരിച്ചു. എന്റെ സുവോളജി ക്ലാസ്സും ബോട്ടാണി ഞാൻ തോറ്റു. ഞാൻ പറയട്ടെ തോറ്റു. പ്ലീസ്. നീറുറുമ്പ് അറിയൂല? നീറ് നീറുറുമ്പ് തുള്ളികൾ അതെ ഞാൻ ആ പാട്ട് പറഞ്ഞു, പക്ഷെ ഉറുമ്പ് നീര് കണക്കാൻ പറ്റാത്തോണ്ട് ഞാൻ സോറി. നീറുറുമ്പ് നമ്മളെ നാട്ടിൽ പറയാറില്ല. നീറുറുമ്പെന്നല്ല, നീറെന്ന് പറഞ്ഞിട്ട് ഒരു ഉറുമ്പുണ്ട്. ഓറഞ്ച് ഷെയ്ഡില് അല്ലല്ല, നമ്മളെ നാട്ടിൽ അതിന് മുതിർന്ന് പറയാം. മുതിർന്നയോ? മുതിർ മുതിർ കണ്ണൂർ കണ്ണൂർ പയ്യന്നൂര്. ഏരിയ മാറി. അതെ അതുകൊണ്ട് ആ നീറുന്ന ഭാഷയിൽ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നു. ചേട്ടൻ കഴിച്ചോ? അല്ല, ടാസ്ക് തോറ്റില്ലേ? അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഗസ്റ്റ് കഴിക്കാം. താങ്ക് യു. അല്ലെങ്കിൽ മൊത്തം ഞാൻ തന്നെ തിന്നേണ്ടി വരും. ഓക്കെ, ഇനി സ്വാതി ചേട്ടന്. ചെയ്യാ. ഓക്കെ, കോമഡി സിനിമ കണ്ടിട്ടും ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വെച്ചാല് കോമഡി സിനിമ കണ്ടിട്ട് ചിരിക്കാൻ പറ്റാത്തതിനേക്കാൾ എല്ലാ കോമഡി സിനിമയിലും സീരിയസ് സിനിമ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്. സീരിയസ് ആയിട്ട് എടുത്ത് സിനിമകൾ കണ്ടിട്ട് കോമഡി സിനിമ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പണ്ട് പറക്കും കളിക മൂവി കാണാൻ നേരത്ത് ഞാനിപ്പോ ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗണിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ അതിനകത്ത് ഒരു ഇത് കണ്ടിട്ട് പോലും എനിക്ക് ചിരിക്കാൻ പറ്റില്ല. പറക്കും തളിക ബ്രേക്ക് ഡൗണോ? അല്ല, അത് ഇപ്പൊ ടിവിയിൽ കണ്ടപ്പോഴാണ്. ഓ അങ്ങനെ, ഓക്കെ ഫൈൻ ഫൈൻ. അപ്പൊ എനിക്ക് ചിരിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അങ്ങനത്തെ ഇല്ല അങ്ങനെ അങ്ങനെ എന്റെ ഓർമ്മയിലില്ല. ആ ഒരുവിധം എല്ലാം ലോല ഹൃദയനാണ്. എല്ലാ തരം ഹ്യൂമറും കൂട്ടുകാരുടെ ആണെങ്കിൽ ചിരിച്ചു കൊടുക്കുമെന്ന്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ? കൂട്ടുകാരൊന്നും ഇല്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പൊട്ടിച്ചിരി കുറവാ. ഒറ്റയ്ക്ക് ഇങ്ങനത്തെ പ്രാന്താ. ഭ്രാന്തുള്ളതുകൊണ്ടല്ലേ ഈ പണിക്കാൻ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ചിരിക്കേ. അല്ല ഭ്രാന്തുള്ളതുകൊണ്ടാണല്ലോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്. ചോദ്യം എന്ന് വെച്ചാല്, നീ സിനിമ കാണും, ഒറ്റയ്ക്ക് ഇങ്ങനെ സിനിമ കാണുന്നു, അപ്പൊ നീ പൊട്ടിച്ചിരിക്കാറുണ്ടോന്ന്? ഒറ്റയ്ക്ക് സിനിമ ചില സീനുകൾ കണ്ടാ പൊട്ടിച്ചിരിച്ചു. ആ പിന്നെ ആരും അടുത്ത് ഇതാരും ഇല്ലല്ലോ ഇതൊന്നും പറഞ്ഞിരിക്കാൻ ഇവിടെ ആരും അങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേട്ടന്റെ ടാസ്ക് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഒരു കുറ്റം പറയണം. ഞാനല്ല അഭിയേട്ടന്റെ അടുത്ത് എനിക്ക് ഒരു കുറ്റവും തോന്നിയിട്ടില്ല കേട്ടോ. അതെന്തങ്ങനെ? ആർക്കും തോന്നുന്നു. അതെന്താ അങ്ങനെ ഭയങ്കര എന്നാലും എന്തായാലും ഉണ്ടാവും. പറഞ്ഞു ചോദിച്ചോ. ഇല്ല എന്റെ ഒന്നും ഇങ്ങനൊരു അവസരത്തിലേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഇല്ല അഭിയേട്ടനെ ഞാൻ ഇപ്പൊ കാണുന്ന തൊട്ട്, അതായത് ഞാൻ തല്ലുമാലയുടെ ഫസ്റ്റ് ഇവിടെ കാണുന്നത് ഞാൻ ഇത് തിരിഞ്ഞേട്ടാ, ഇത് തിന്നേണ്ടി വരും. ഞാൻ ഉള്ള കാര്യം ആ കഥ പറയാം, ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അതിനകത്ത് മറ്റേ കേരള സർക്കാരിന്റെ മറ്റേ ഉൽപ്പന്നം വരും. കുഴപ്പമില്ലല്ലോ, കേരള സർക്കാരിന്റെതാണ്. അത് നമുക്ക് ബീപ്പ് ചെയ്യാം. അത് പറയുമ്പോ ഒന്നിങ്ങനെ തോണ്ടി കേരള സർക്കാരിന്റെ ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് തല്ലുമാലേന്റെ ഇനീഷ്യൽ ഡിസ്കഷനിലൊക്കെ ഞാൻ അതിന്റെ കാസ്റ്റിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ റഹ്മാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വൈകുന്നേരം 4 മണിക്ക് ഫ്ലാറ്റിൽ വരണം, എല്ലാവരും വരുന്നുണ്ട്, ചെറിയൊരു ഗ്രൂമിങ് അപ്പ് പോലത്തെ പരിപാടി. അതായത് ഡാൻസ് മാസ്റ്റർ നിഞ്ച വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ഗ്രൂപ്പ് ഒരു ബേസിക് സാങ് ഇട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഓക്കെ ഇല്ല. അങ്ങനെ വൈകുന്നേരം 4 മണിക്ക് ഫ്ലാറ്റിലെത്തി. അച്ചടക്കത്തോടു കൂടി സ്വാതിദാസ് പ്രഭു, എല്ലാവരും ഓസ്റ്റിൻ ഡാനും സ്വാതിദാസ് പ്രഭു, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ കേട്ടു ഉൾപ്പെടെ എല്ലാവരും ഫുൾ സീരിയസ് ആയിട്ട് ഡാൻസ് പ്രാക്ടീസ്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഉണ്ടായിരുന്നു സെഷൻ. പിന്നെ ഒരു 2 മണിക്കൂറിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹിപ്പ് ഹോപ്പിന്റെ ചെറിയൊരു ബൗൺസ് മാത്രം കാണിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ പതി ഇളകി, മുട്ടുകാലൊക്കെ വേദന തുടങ്ങി. അല്ലാണ്ട് നമ്മൾ ഡാൻസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് നമ്മുടേതായ സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ വേറൊരാൾ പറഞ്ഞു തരുന്ന സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞ് ക്ഷീണിച്ച് സ്വാതിദാസിനൊക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്യണം. അവരുടെയൊക്കെ മുന്നിൽ ഞങ്ങൾ ഓൾറെഡി ഒരു ആക്ടറൊക്കെ ആണല്ലോ. ഞാനിങ്ങനെ ഒരു അവർ നയിക്കുമ്പോൾ സ്വാതിദാസ് അവൻ്റെ ബാഗിൽ നിന്ന് കേരള സർക്കാരിൻ്റെ ആ ഉൽപ്പന്നം എടുക്കുക.
വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. എന്നാലും ഉൽപ്പന്നം എന്താ? ഓ, എല്ലാവർക്കും അറിയാം, മെഹറിന് ഒഴികെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ഓഡിയൻസിന് അറിയാം. കേരള സർക്കാർ മദ്യാണോ? കേരള സർക്കാർ വിളിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചു അങ്ങനെ ഞാൻ അവനുള്ള സൗഹൃദം സ്റ്റാർട്ട് ചെയ്യണത്. ഓ, അങ്ങനെയാണ് നിങ്ങൾ അതെ, അങ്ങനെ തുടങ്ങി. ആ മൊത്തം നമ്മൾ അടിച്ചു. പിന്നെ ഞാൻ പടത്തിൽ വർക്ക് ചെയ്യുന്നില്ല തീരുമാനിച്ച് അടുത്ത ദിവസം തൊട്ട് ഞാൻ റിഹേഴ്സലിന് വന്നില്ല. ആ പോക്ക് പോയതാ. പിന്നെ തല്ലുമാലിൽ പുള്ളിയില്ല. ചേട്ടൻ ശരിക്കും ആരുടെ ക്യാരക്ടർ ചെയ്യാനിരുന്നത്? അത് പറയാൻ പാടുണ്ടോ? പറയാല്ലേ? പ്രേക്ഷകർക്ക് അത് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതിൽ കാര്യമുണ്ടോ? പക്ഷെ അത് വെറുതെ റഹ്മാനൊക്കെ എന്നെ വെറുതെ ചീത്ത എന്നാലും അതിൽ കാര്യമില്ല കേട്ടോ. അല്ല, അത് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് അതന്നെ. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളാണല്ലോ. എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാത്തതിൽ യാതൊരു കുറ്റവും ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം. അതെ, ബോംബെ എന്ന് പറഞ്ഞാൽ നമ്മൾ നൗഷാദിനെ മുഖം പിടിച്ചിട്ട് തിയേറ്ററിന്റെ മതിൽ വരച്ചെന്നാ കേട്ടോ ഞാൻ. അതായത് അപ്പോൾ എല്ലാവരും അത്രയും വർക്ക് ചെയ്തിട്ട് ആ മൂവി ഡിസേർവ് ചെയ്യുന്ന സക്സസ് അതിന് കിട്ടിയത് ഈ പീപ്പിൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തല്ലുമാലയില് ചേട്ടൻ ഇങ്ങനെ ഇതുകൊണ്ട് ചെയ്തില്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ഇതിലും ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള മൂവി അല്ലേ? അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പോയപ്പോഴാണ് മനസ്സിലായത്. അത് ആദ്യം പറഞ്ഞില്ല. അത് ഞാനങ്ങനെ അങ്ങനെ പെട്ടു. ഓക്കെ, അപ്പം ചേട്ടൻ ഇപ്പൊ കുറെ സീനിയർ ആർട്ടിസ്റ്റിന്റെ ഒപ്പം ഒരുപാട് ആർട്ടിസ്റ്റിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവര് തന്നിട്ടുള്ള ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് ചേട്ടൻ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അല്ല, അവര് പറഞ്ഞു തന്നിട്ടില്ല, അവരെ കണ്ടിട്ട് നമ്മൾ പഠിക്കുന്നതാണല്ലോ. അങ്ങനെ ഉള്ള ഒരു കാര്യം പറയാം. എല്ലാവരും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ നോക്കുക അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോജോ ചേട്ടനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ് ചേട്ടൻ. അങ്ങനെ ചേട്ടൻ വന്ന് ഒരു വഴി, ചേട്ടൻ്റെ പെർഫോമൻസ് മാറിയ ഒരു വഴി. ഇപ്പോൾ സുരാജ് ചേട്ടൻ, അതൊക്കെ എൻ്റെ ഉള്ള ഈ സൈജു ചേട്ടൻ, ഇതൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ഞാനിങ്ങനെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും വർക്ക് ചെയ്തിട്ട് അങ്ങനെ പരിചയപ്പെട്ട ആൾക്കാരാണ്. പ്രധാനപ്പെട്ട ആൾക്കാർ ഈ ദിലീപേട്ടൻ, ഫസ്റ്റ് പടം തന്നെ ദിലീപേട്ടൻ്റെ കൂടെയാണ്. പിന്നെ സുരാജ് ചേട്ടൻ, സൈജു ചേട്ടൻ, ഇങ്ങനത്തെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ അവരുടെ അടുത്തുനിന്നാണ് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അതെ, അവരാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. അതെ. ഓക്കെ, അപ്പം സ്വാതിചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ സ്വാതിചേട്ടൻ്റെ ലൈഫിൽ പാട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ്. നന്നായിട്ട് പാടും എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ഒരുപാട് പാട്ട് കേട്ടു. നേരത്തെ അവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പാടി. പിന്നെ നമുക്ക് ലാസ്റ്റ് ചേട്ടൻ പാടി. ഞാൻ തീർക്കണം എന്നല്ലേ? ഉറപ്പായിട്ടും. വൈ നോട്ട്? വേഗം പാടി വേഗം ഫുഡ്. ओके कुछ ऐसी छुपन इस लम्हे में है, ये लम्हा कहा था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा. അവസരം കിട്ടിയപ്പോൾ നീ ഞങ്ങളുടെ ഇംപ്രൂവൈസ് ചെയ്ത് അതെന്റെ മെയിൻ ആയിട്ടാ എപ്പോഴും പുറത്തെടുക്കാറില്ല. ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ സാധ്യത സമയമുണ്ടല്ലോ. അതെ അതെ ചേട്ടാ. അപ്പം മഞ്ജു ചേച്ചി അടുത്ത് പ്രത്യേകം പറഞ്ഞു ചേട്ടൻ നന്നായിട്ട് ഹിന്ദി പാട്ട് സൂപ്പർ ആയിട്ട് പാടും. കേൾക്കും, നന്നായിട്ട് വിടാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി പാട്ടല്ലേ ഇതിപ്പോ? ഹിന്ദി ആയിരുന്നല്ലോ. അല്ല അത് കുഴപ്പമില്ല, ചേട്ടൻ മലയാളം പാട്ട് ഹിന്ദി പാട്ട് എന്താണെങ്കിലും പഠിക്കും. എന്നാ ഒരു ഹിന്ദി പാട്ട് തന്നെ പാടാം. അതെന്ന് വെച്ചാൽ ഇത് ഷാറൂഖ് ഖാൻ സാബ് അദ്ദേഹം അഭിനയിച്ച കബി ഹാ കബീന എന്ന് പറഞ്ഞ സിനിമ. ആദ്യകാലത്തെ ഷാറൂഖ് ഖാന്റെ എല്ലാ സിനിമകളും കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് നമ്മുടെ ആ ചെറുപ്പത്തിൽ ഷാറൂഖ് ഖാൻ ഫാനാണ് ആണ്. അപ്പോൾ അപ്പോഴും ഇപ്പോഴും ഓൾവേസ്. അപ്പോൾ കാശ് കെ ഹം ഹോഷ് മേ അബ് आहे ना पाए, बस नगमे तेरे प्यार के गाते ही जाए, है काश के हम होश में अब
ആയേ നാ പായേ കുമാർ സാനുവിന്റെ പൊളി പൊളി ഇനി അടുത്ത ചേച്ചി ഞാൻ ഹിന്ദി പാട്ട് ഒന്ന് രണ്ടുപേര് പാടിയിട്ട് ഞങ്ങൾ ഹിന്ദിയിലേക്കാണ് ഞങ്ങൾ നമ്മള് ലക്ഷ്യം. ബോളിവുഡ് ആണ് ഇല്ല ഞാൻ പാട്ട് പാടിയ ലജ്ജാവതി പാടിയ പോലെ ഇല്ല. വെറുതെ എന്തിനാ? ഇരുത്തിയൊക്കെ അപമാനിക്കുകയാണ്. വെറുതെ എന്തിനാ? ഒരു അതുപോലെ ഒന്നും മതി ഒരു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിർബന്ധിക്കുന്നില്ല. കൗണ്ടർ സ്കോർ ചെയ്ത് പാട്ടിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്തു. എന്താ അറിയോ വിശപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. അതെ വേഗം പറഞ്ഞാൽ വേഗം വിടാലോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഗസ്റ്റ് 23 ഇറങ്ങാൻ പോകുന്ന ഭരതനാട്യത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതെ, പിന്നെ ഒരു കാര്യം ഭരതനാട്യത്തിനെ കുറിച്ച് നമ്മൾ പ്രേക്ഷകരായിട്ട് നമ്മളായിട്ട് പറയാം. കാരണം ഭരതനാട്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹാപ്പിനെസ് കാണുന്നത് വെച്ചാൽ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ ഭരതനാട്യത്തിൽ. പക്ഷേ ഇവരൊരു കുടുംബം പോലെ ഒരു വീട്ടിൽ താമസിച്ച ആൾക്കാരായതുകൊണ്ട് ഒരു വളരെയധികം നല്ല ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സായികുമാർ സാറുമായിട്ടുള്ള അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ള എനിക്ക് ചെറുപ്പം തൊട്ട് വളരെ ആരാധനയുള്ള ഒരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലമായി അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടർ ഇതിനകത്ത് ഒരു സീനിൽ മാത്രമേ ഉള്ളൂ അകത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഡിസ്റ്റന്റ് സാധനത്തിൽ ഒരു ഫ്രെയിമിൽ മാത്രമേ കോമ്പിനേഷൻ ഉള്ളൂ. പക്ഷെ എന്നാലും സാറിനെ കാണാനും പരിചയപ്പെടാനും പറ്റി. അത് എൻ്റെ ഈ പടത്തിൻ്റെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധനമാണ്. അപ്പോൾ 23-ാം തീയതി. അങ്ങനെ ഒരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പോസ്റ്ററിലാണെങ്കിൽ എന്ത് ഇവര് രണ്ടാളും മേലോട്ട് നോക്കി ബാക്കി എല്ലാവരും നേരെ നോക്കി, അതെന്തൊരു ഹിന്റ് അല്ലേ? തോന്നിയില്ലേ? തോന്നി എന്താ അവരെന്തോ കണ്ടിട്ടുണ്ട്. ഭരതനാട്യം മുദ്ര ശ്രദ്ധിക്കണം. എന്തോ കണ്ടിട്ടുണ്ട്. അതറിയാൻ വേണ്ടി 23-ാം തീയതി തിയേറ്ററിൽ അവരെന്തോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും കാണാതെ അതാണ് സൈജു കുറും എന്റർടൈൻമെന്റ്സ് അല്ലേ? അതെ. ഓക്കെ, അപ്പം 23 ഇറങ്ങാൻ പോകുന്ന ഭരതനാട്യത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മേയർ.